10 ചോദിച്ചത്, അത് 10 പിന്നെ അതിന് കുറഞ്ഞ് 5 പിന്നെ 2 പിന്നെ ഒരെണ്ണമേലും പറയാൻ വരാമോ എന്ന് ചോദിച്ചിട്ടും ആരും മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ടാണ് ഒരൊറ്റ മാതൃക പോലും അവർക്ക് പറയാനില്ല? ഇവിടെ പരസ്യമായിട്ട് വന്ന് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ട്? അതാണ് ഒരു ചോദ്യം. അത് ഒന്ന് ഷോർട്ടായിട്ടൊന്ന് പറയാമോ? അത് ഷോർട്ടായിട്ടെന്ന് പറയാനിരിക്കുന്നത് ഇല്ലാത്ത അവരെന്തോ ചെയ്യുന്നേ. ഞാൻ പറയാറുണ്ടല്ലോ, സഭാപ്രസംഗിയുടെ പുസ്തകം പറഞ്ഞല്ലോ, കുറവുള്ളത് എണ്ണിത്തികപ്പാൻ വയ്യ എന്ന് പറഞ്ഞ പോലെ ഇല്ലാത്തതെന്ത് പറയും. അത് ഇല്ലെന്നുള്ളൊരു സത്യം അടുത്ത കാലത്ത് അവർക്ക് മനസ്സിലായി. ഇല്ലാത്ത കാര്യം പറയാൻ പറ്റില്ല. ആ ഇതേ കാര്യം ഈ 50 ലക്ഷമൊന്നും വേണ്ട. നമുക്കൊരു 5 ലക്ഷം രൂപ നമ്മളാരിലും മുടക്കാറുണ്ടല്ലോ. എത്രയോ ഗംഭീരമായൊരു യോഗം നടത്തി ലോകത്തോട് വിളിച്ചു പറയാം ഈ യേശുക്രിസ്തു ആരാന്ന്. 5 ലക്ഷം പോലും വേണ്ട. നമ്മളൊന്ന് ചാർജ് ചെയ്തിട്ട് 1 GB ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ ഈ യൂട്യൂബിലൂടെ പറയുന്നുണ്ടല്ലോ, അത് വർണ്ണിച്ചാലും തീരാത്ത വിധത്തിലുള്ള ഒട്ടേറെ സ്വഭാവ മഹിമകളുടെ ഉടമയായ യേശുക്രിസ്തുവിനെ പറ്റി ഞങ്ങൾക്ക് പറയാൻ കിട്ടുന്ന ഒരവസരവും കളയില്ല. അപ്പൊ ഞങ്ങളെ ഒന്ന് വെല്ലുവിളിക്കും തിരിച്ചിവര്. വിളിച്ചിട്ട് പറയുക, യേശുവിന്റെ 10 ഗുണം പറയാൻ പറഞ്ഞാൽ ഒരു പൈസയും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾ എന്നും നിരന്തരം അതിന്റെ കേൾവിക്കാരെ ആവേശത്തിരെ ഇളക്കി ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കത്തക്ക വിധം അത് പ്രസംഗിക്കാൻ വേണ്ട, പറഞ്ഞു കൊടുക്കാൻ വേണ്ട ബോധം, അറിവ്, പ്രാപ്തി, ആത്മാർത്ഥത, അധ്യയനം, ഇതെല്ലാം ഞങ്ങൾക്കുണ്ട്. ഇത്രയും വർഷം പഠിച്ച ഇവർക്ക് എന്തുകൊണ്ടില്ല? ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല, പിന്നെന്ത് പറയും? ഒന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. അന്നേരം മുസ്ലിങ്ങൾക്ക് തന്നെ അറിയാം പുള്ളി ഒരു മാതൃക പുരുഷനല്ല എന്ന്. അതായത് ഇന്നത്തെ കാലത്തും ഒരു കാലത്ത് പോലും പുള്ളിയുടെ ചെയ്തികളെല്ലാം മാതൃകകളാക്കി കൊണ്ട് നടക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതെല്ലാം അമാന്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മുസ്ലിങ്ങൾക്ക് തന്നെ അറിയാം, അല്ലേ? തീർച്ചയായിട്ടും അത് അവർക്ക് അങ്ങനെ തന്നെ അറിയാം. അതിനകത്തൊരു വിഷയമുള്ളതേ, ഈ ചില മനുഷ്യര്, ചില പിതാക്കന്മാര് വല്ലാത്ത മദ്യപാനികളുണ്ട്. അപ്പൊ ഒരു ഗുണവും ആ മനുഷ്യനെ കൊണ്ട് കാണത്തില്ല. അപ്പനാണെന്ന ഒരൊറ്റ കാരണത്താൽ ഈ മദ്യപാനിയെ മക്കള് സഹിക്കരുത്. അങ്ങനെയുള്ള നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നതുപോലെ ഇവർക്ക് അത് അങ്ങനെ തള്ളാൻ വയ്യാതെ കിടക്കുന്നത് ചെറുപ്പം മുതൽ ഗ്രഹിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളുടെ ഒരു പ്രശ്നമാണ്. ഇന്നിപ്പോ നമ്മുടെ രാഹുൽ ഈശ്വർ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാനത് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹിന്ദുക്കൾ പഠിക്കുന്ന 3 നുണകൾ എന്ന് പറഞ്ഞാണ്. ഒന്ന്, സംസ്കൃതം ഏൻഷ്യന്റ് ആണെന്ന്, ഏറ്റവും പ്രാചീന ഭാഷയാണെന്ന് പഠിച്ചു. അത് തെറ്റാണ്, അതിലും പഴയ ഭാഷകളുണ്ട്, തമിഴ് പോലും അതിലും പഴയതാണ്. 2, കാഡ്വൽ എന്ന് പറയുന്ന പണ്ഡിതനോട് അദ്ദേഹത്തിന് തോന്നി കാഡ്വലിനെ പോലുള്ളവര് ഇവിടെ വന്നാണ് സംസ്കൃതത്തിന്റെ മഹനീയത തകർത്തെ, പക്ഷെ പിന്നെ അത് തെറ്റാന്ന് മനസ്സിലായി. അപ്പോ ചെറുപ്രായം മുതല് ഈ സംസ്കൃതമാണ് ശ്രേഷ്ഠമെന്ന് പഠിച്ചു വെച്ച ഒരു ബോധത്തിൽ നിന്ന് സംസ്കൃത ഭാഷ അറിയില്ലെങ്കിലും അതിനെ പ്രണയിക്കുന്ന ആൾക്കാരുണ്ട്. എന്നതുപോലെയാണ് ഈ ഒരു പ്രശ്നവും കിടക്കുന്നത്. അപ്പോ ഈ പ്രശ്നം എന്താ? ചെറുപ്പം മുതലേ ഞാൻ പറയാറുണ്ട്, ഖുർആനിൽ 7 തവണയെ സ്നേഹിക്കാൻ പറയുന്നു. ആ 7 തവണ എന്തോരം ആരെ സ്നേഹിക്കണമെന്നാ പറയുന്നത്? അള്ളാഹുവിനെയും മുഹമ്മദിനെ സ്നേഹിക്കണമെന്നാണ്, വേറെ ഒന്നുമല്ല. അപ്പൊ നിങ്ങളൊന്ന് തുടർന്നു. കുറെ കുട്ടികൾ വന്നു, അവരെ ക്രിസ്മസ് പാടാൻ വന്ന. അപ്പം അവരെ ഒന്ന് എന്റർടൈൻ ചെയ്തോട്ടെ. നിങ്ങൾക്ക് തുടരാം. ഓക്കെ, ബ്രദർ, യു ക്യാൻ ഗോ അഹെഡ്. രാജ ബ്രദർ മുകളിലേക്ക് വരൂ. രാജ ബ്രദർ, ഞാൻ ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ട്. എത്ര നാളായി കണ്ടിട്ട്. വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക് ആഫ്റ്റർ എ ലോങ് ടൈം. ചരിത്ര പുസ്തകമൊക്കെ തുറന്നു കേട്ടിട്ട് എത്ര നാളായി ബ്രദറെ? ഇങ്ങനെ ഞങ്ങളെ അങ്ങ് മറന്നു കളയാമോ? വരാറുണ്ട്. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അതെയോ? ഞങ്ങളുടെ ചരിത്ര അധ്യാപകൻ ഇല്ലാതായി പോയി, കാണാറേ ഇല്ല. വിഷമാണ്. എന്റെ സിസ്റ്റർ ഇന്നലെയൊക്കെ കുറച്ചു നേരം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ അത്ര ഫ്രീക്വന്റ് അല്ല എന്ന് മാത്രം. ഓക്കെ ഓക്കെ ഓക്കെ. രാജ ബ്രദറെ, ഇപ്പൊ ഇവിടെ സംഭാഷണമൊക്കെ കേട്ടല്ലോ, എന്തു പറയുന്നു മുകളിലത്തെ ടോപ്പിക്?
ഒരു മിനിറ്റ്, ഞാൻ സത്യത്തിൽ ഞാൻ ടോപ്പിക് ശ്രദ്ധിച്ചില്ല. ഒരു മിനിറ്റ്. ഓ, 6 വയസ്സുള്ള കുഞ്ഞിനെ 53കാരൻ നിക്കാ ചെയ്യുന്നത് ഉത്തമ മാതൃകയാണോ? ഈ ഈ നിക്കാ എന്നുള്ളതിന്റെ അർത്ഥം അറിയാലോ അല്ലെ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അല്ലെ? നിക്കാ എന്ന് പറഞ്ഞാൽ അത് സെക്ഷുവൽ ഇന്റർകോഴ്സ് ആണ്. അപ്പം ഈ 6 വയസ്സ് നമ്മൾ വിചാരിക്കും 6 വയസ്സില് ആയിഷേനെ കല്യാണം കഴിച്ചിട്ട് 9 വയസ്സ് വരെ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ പൊതുവെ ധരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ ആയിഷയുടെ ജനേന്ദ്രിയങ്ങൾക്ക് സൈസ് കുറവായതുകൊണ്ട് മുഹമ്മദ് വേറെ കുറെ പണികൾ ചെയ്തിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ചൊരു ഫത്വ ഒക്കെ ഉണ്ട്. ഫത്വ നമ്പർ ഞാനിപ്പോ ഓർക്കുന്നില്ല. അപ്പം ഈ 6 വയസ്സില് ഉള്ള കൊച്ചു കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നിക്കുന്നത് തന്നെ എന്താ പറയാ, അത്രയും അധമമായിട്ടുള്ള ഒരു മനസ്സുള്ളവർക്കേ അതൊക്കെ തോന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ നമ്മൾ തന്നെ ഈ പേപ്പറുകളിലൊക്കെ വായിക്കാറുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നവര്. അവരെയൊക്കെ നമ്മൾ എങ്ങനെ, ഏത് രീതിയിലാണ് കാണുക? മഹോന്നതനായിട്ടാണോ കാണുക? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവർക്ക് ഇങ്ങനെ ആലോചിച്ചുകൂടെ, അവരുടെ സ്വന്തം കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥ പറ്റിക്കഴിഞ്ഞാല് ആ ചെയ്യുന്ന ആളെ ഇവര് മഹോന്നതനായിട്ട് കാണുമോ അല്ലെങ്കിൽ ഒരു ക്രിമിനലായിട്ടാണോ കാണുക? അത് ഇവര് ചിന്തിക്കുന്നില്ല, അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവരുടെ സ്വന്തം കുഞ്ഞിന് ഇങ്ങനെ ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ അത് എന്തായിരിക്കും അവസ്ഥ എന്നത് അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അത് മാത്രല്ല, നമ്മുടെ ഇന്ത്യയിൽ കുറവാണെങ്കിലും പുറമെ പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ആഫ്രിക്കൻ സ്ഥലങ്ങളിൽ ഈ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു മഹത്വമായിട്ട് കാണുന്ന രീതികളൊക്കെ ഉണ്ട്. കാരണം പ്രവാചകൻ ചെയ്തതാണല്ലോ. ആയിഷ അവരുടെ വിശ്വാസികളുടെ അമ്മ 6-ാം വയസ്സിൽ കെട്ടി, അതുകൊണ്ട് എൻ്റെ മകളെ 6-ാം വയസ്സിൽ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ അവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവർക്കതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ അതൊരു എന്താ പറയാ, അതൊരു മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ടല്ല അവര് അത് കാണുന്നത്, അതിനൊരു മഹത്വമായിട്ടാണ് അവർ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളിലും. അതിനൊക്കെ ഒറ്റ കാരണമേ ഉള്ളൂ, ഇദ്ദേഹം അത് ചെയ്തു, അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്യും, അതിലൊരു തെറ്റുമില്ല. അങ്ങനെ ആ ഒരു തെറ്റാണ് അല്ലെങ്കിൽ അതൊരു പ്രശ്നമാണെന്നുള്ളൊരു ബോധം തന്നെ അവർക്കില്ല. കാരണം അവരുടെ മനസ്സിൽ അങ്ങനെയാണ് അത് സേവ് ആയിട്ടുള്ളത്. ആ കാര്യങ്ങൾ അത് നല്ലതാണെന്നുള്ള രീതിയിലാണ്. 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കും, ആ രീതിയിലാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ അങ്ങനെയൊന്നല്ല. ഇന്ത്യയിലല്ല, പ്രത്യേകിച്ച് കേരളത്തില് ജനങ്ങൾക്ക് അറിയാം ഇതൊന്നും അത്ര ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ അവർ ന്യായീകരിക്കാൻ വേണ്ടി ന്യായീകരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്കറിയാം അത് ശരിയല്ല. പിന്നെ അപൂർവം ചില എന്താ പറയാ, ചില വിവരമില്ലാത്ത അല്ലെങ്കിൽ അടിമകള്, അവർക്ക് അത് ഇപ്പോഴും ആ ഒരു ചിന്താഗതി ഉണ്ട്, 6 വയസ്സിൽ കല്യാണം കഴിച്ചാൽ എന്താ പ്രശ്നം എന്നൊക്കെയുള്ള ചിന്താഗതിയൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഇത് ഇങ്ങനെ പറഞ്ഞ് അവർക്ക് ഒരു തഴമ്പായി എന്നാ തോന്നുന്നത് ഇപ്പൊ ഈ ഒരു വിഷയം. താങ്ക് യു ബ്രദർ. പാസ്റ്റർ എവിടെ ഉണ്ടോ ഇപ്പൊ? ഇല്ല, കാണുന്നില്ല. പോയി. അല്ല, ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു, ബൈബിളിൽ നിന്നുള്ള ഒരു ഡൗട്ടാണ്. അത് ഞാൻ ചോദിക്കാം, അത് ആർക്കെങ്കിലും ഉത്തരം പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അതായത് സങ്കീർത്തനം 138:2 ദാവീദ് ദേവാലയത്തിലേക്ക് നോക്കി തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു അതാണ് സങ്കീർത്തനം 138:2 അപ്പോൾ പക്ഷെ സോളമന്റെ ആലയം ആ സമയത്ത് പണി തീരാത്തത് കൊണ്ട് ഏത് ആലയത്തിലേക്ക് നോക്കിയാണ് ദാവീദ് പ്രാർത്ഥിച്ചത് എന്നുള്ളത് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ബ്രദറെ, കൂടാരമായ ഉണ്ടായിരുന്നതല്ലോ ദാവീദിന്റെ കാലത്ത്. ഞാൻ കേട്ടില്ല. ദാവീദിന്റെ കാലത്ത് ഒരു ടെന്റ് അടിച്ച് അതിന്റെ മുകളില് ആയിരുന്നില്ല ഇട്ടിരുന്നത്.
അതിലൊരു ഒരു ചെറിയൊരു ഇഷ്യൂ, അത് ഇഷ്യൂ അല്ല, എനിക്ക് ഈ ഉത്തരം എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരാളോട് അതിനെ പറ്റിയിട്ട് സംവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഹെക്കൽ എന്നുള്ള ഹീബ്രു വാക്കാണ് വന്നിട്ടുള്ളത്. ഹെക്കൽ എന്നുള്ള വാക്ക് പൊതുവെ ഉപയോഗിക്കുന്നത് അമ്പലങ്ങള് അല്ലെങ്കിൽ മന്ദിരം എന്നുള്ള അർത്ഥത്തിലാണ് ഹെക്കൽ ഉപയോഗിക്കുന്നത്. ടാബർനാക്കിളിന് പൊതുവെ ഉപയോഗിക്കുന്ന വാക്ക് മിഷ്കാൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. മിഷ്കാൻ ഈ 108:2 പക്ഷെ ഹെക്കൽ എന്നുള്ള വാക്കാണ്, അതായത് ദേവാലയം, അല്ലാണ്ട് ടാബർനാക്കിൾ എന്നുള്ള വാക്കല്ല അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അത് ഒന്ന് അതിന്റെ കാരണം എനിക്ക് ഒരുവിധം ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനെ പറ്റിയിട്ട് കൂടുതൽ എന്തെങ്കിലും അറിയോ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ബ്രദറെ, ഇവിടെ ഒരു പാസ്റ്റർ ബോബി ഉണ്ട്, അദ്ദേഹത്തിന് അറിയുമോന്ന് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തോട് ചോദിക്കട്ടെ? ആർക്കാ ഉത്തരം അറിയെങ്കിൽ പറഞ്ഞു തന്നാൽ നല്ലതാ. പാസ്റ്റർ ബോബി. I don't think he is listening. സിസ്റ്ററെ, എനിക്ക് അതിനെപ്പറ്റി ഒരു ധാരണ കുറവാണ്. പാസ്റ്റർ ബോബി മൈക്ക് എടുത്തോ? ഇല്ല, ഞാൻ കേട്ടോ പറഞ്ഞത്? കേൾക്കാമോ? ആ കേട്ടു പറഞ്ഞു, കേട്ടു. കേൾക്കാം. എനിക്ക് ആ കാര്യത്തിലൊരു ധാരണ കുറവാണ്. ഓക്കെ, ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് ഞാൻ പറയാം. എനിക്ക് അതിൽ കൂടുതൽ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുമെങ്കിൽ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ഈ ഹെക്കൽ എന്നുള്ള വാക്കിന് ഒരർത്ഥമല്ല, അതായത് മന്ദിരം എന്നുള്ള അർത്ഥം മാത്രമൊന്നല്ല. ഹെക്കൽ എന്നുള്ള വാക്കിന് കൊട്ടാരം എന്ന അർത്ഥമുണ്ട്. സ്വർഗത്തിലെ കൊട്ടാരം അല്ലെങ്കിൽ സ്വർഗത്തിലെ മറ്റേ സിംഹാസനം എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ ഇപ്പൊ ദാനിയേലിന്റെ പുസ്തകം 1:4 അവിടെ കൊട്ടാരം എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിട്ടുള്ള സെയിം ഈ ഹെക്കൽ എന്നുള്ള വാക്ക് തന്നെയാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ ഒന്നില്ലെങ്കിൽ ദാവീദ് പ്രാർത്ഥിച്ചത് ഈ പറഞ്ഞ അതുപോലെ സാങ്ച്വറി എന്നുള്ള വാക്കിനും ഹെക്കൽ ഒരു തവണ ബൈബിളിൽ ഒറ്റ തവണ, അത് എനിക്ക് തോന്നുന്നത് എസേക്കിയൽ 42:1 ഹെക്കൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് സാങ്ച്വറി എന്നുള്ള അർത്ഥത്തില്. പലപ്പോഴും ടാബർനാക്കിളിനെ സാങ്ച്വറി എന്ന് ബൈബിളില് പലതവണ വിളിക്കുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ ഒന്നില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സിംഹാസനം ഇരിക്കുന്ന ഭാഗം, അതായത് സങ്കീർത്തനം 11:4 പറയുന്നുണ്ട്, നിന്റെ സിംഹാസനം സ്വർഗത്തിൽ എന്ന് പറയുന്ന ഭാഗമുണ്ട്. 11:4 തോന്നുന്നു. അവിടെയും ഈ ഹെക്കൽ എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഒരുപക്ഷെ ദാവീദ് പ്രാർത്ഥിച്ചത് സ്വർഗത്തിലേക്ക് തിരിഞ്ഞായിരിക്കാം. അതല്ലെങ്കിൽ സ്വന്തം കൊട്ടാരത്തില് ഏതെങ്കിലും ഒരു ഭിത്തിയിലേക്ക് തിരിഞ്ഞ് മറ്റേ എസേക്കിയ രാജാവാന്ന് തോന്നുന്നു, അങ്ങനെ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം. പക്ഷെ കൂടുതൽ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ നല്ലതായിരുന്നു. രാജ ബ്രദറെ, ഞാൻ ഒരു കമന്ററിയിൽ ഒരു സെഷൻ വായിക്കാം. ഇത് താങ്കൾക്ക് ഹെൽപ്പ് ആവുമെന്നൊന്ന് നോക്കിയേ. രാജ ബ്രദർ ഫോണിലാണ്, കേൾക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷേ കേൾക്കുന്നുണ്ട്. ഓക്കെ. 138:2 ഒരു കമന്ററിയിൽ പറയുന്നതാണ്. ലീ സിസ്റ്റർ പറഞ്ഞ ആ പോയിന്റ് ആണ് പ്രധാനമായിട്ട് നിൽക്കുന്നത്. പക്ഷെ അതിനോട് ആഡ് വരാനുള്ള കാരണം, അതായത് യെരുശലേം ദേവാലയം ആ സമയത്ത് അവിടെ പണിയപ്പെട്ടിട്ടില്ലെങ്കിലും അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം കൂടെ അതിനകത്ത് എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന്, ഇതിനൊരു പ്രോഫറ്റിക് മീനിങ്ങും കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോ പ്രത്യേകിച്ച് ദാവീദ് ഞാൻ ജസ്റ്റ് വായിക്കാം. നോട്ട് ദ ടെമ്പിൾ അറ്റ് ജെറുസലേം വിച്ച് വാസ് നോട്ട് യെറ്റ് ബിൽറ്റ്, though when it was, the Jews in their devotions at a distance looked toward it. First Kings 8:38 First King 8:40 ഇതിന്റെ ക്രോസ് റെഫറൻസ്
കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ വായിക്കുന്നത് 138:2 ഒരു എക്സ്പ്ലനേഷൻ ആണ്, ഒരു കമന്ററി ആണ്, അതിന്റെ മീനിങ്ങും അതിന്റെ കമന്ററി ആണ്. അപ്പൊ ക്രോസ് റെഫറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കൂടുതൽ സ്റ്റഡി ചെയ്യാൻ ഈ രണ്ട് ആയത്തുകൾ രാജബ്രദർ ഒന്ന് നോട്ട് ചെയ്തേരെ. ഫസ്റ്റ് കിങ്സ് 8:38 and ഫസ്റ്റ് കിങ്സ് 8:40. But rather the tabernacle of Moses, in which was the ark, as Eben, Ezra and Kimchi observe, and over that the mercy seat and cherubim, between which Jehovah dwelt. And this being a type of Christ's human nature, which was perfectly holy, and is called by himself a temple, and is the true tabernacle, God pitched and not man. അത് യോഹന്നാൻ 2:19 അതുപോലെ ഹീബ്രു ചാപ്റ്റർ 8:2. അപ്പൊ ഇത് രണ്ടും ഒരു പ്രോഫറ്റിക് പെർസ്പെക്റ്റീവിലും കൂടിയാണ് ഈ കമന്ററിയിൽ പറഞ്ഞിരിക്കുന്നത്. ഹി മേ ബി ഡിസൈൻഡ്, സോറി ഞാൻ ആ സെന്റൻസ് ബ്രേക്ക് ചെയ്ത പറഞ്ഞതുകൊണ്ട്, ഹി മേ ബി ഡിസൈൻ ആൻഡ് ടു ഹിം ആസ് mediator should we look, and with him deal in all our devotions for acceptance with God. See Jonah 2:4. Unless heaven itself is meant, which is the palace of Jehovah. ഇവിടെ രാജാബ്രദർ ആദ്യം പറഞ്ഞ ആ ഒരു കൊട്ടാരം എന്നുള്ള കൺസെപ്റ്റ്, സ്വർഗത്തിലോട്ട് നോക്കി അല്ലെങ്കിൽ സിയോൺ എന്നുള്ള അർത്ഥത്തിലും കേട്ടോ, വിച്ച് ഈസ് ദ പാലസ് ഓഫ് ജഹോവ, ദ ഹാബിറ്റേഷൻ ഓഫ് ഹിസ് ഹോളിനെസ്, ഹിസ് ടെമ്പിൾ വേർ ഹി ഡ്വെൽസ്. രണ്ട് ക്രോസ് റെഫറൻസോടെ സാം 11:4 ആൻഡ് ഹബക്കുക്ക് 2:20. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ബേസിക്കലി മനസ്സിലാക്കുന്ന കാര്യം, ഈ ലീസിസ്റ്റർ ആദ്യം പറഞ്ഞതുപോലെ മോശ പിച്ച് ചെയ്ത ടബർനാക്കിള്, അതിനകത്ത് ഈ ആർക്ക് ഓഫ് ദ കവനന്റും അതുപോലെ മേഴ്സി സീറ്റ് അല്ലെങ്കിൽ കെരൂബിൻ ഉള്ളത്, അതിന്റെ മധ്യത്തിലെ യഹോവയുടെ നിവാസം, ഇങ്ങനെയുള്ള ടൈപ്സ് ഉണ്ടായിരുന്നത് കൊണ്ടും, പ്രത്യേകിച്ച് ആർക്ക് ഓഫ് ദ കവനന്റ് യെരൂശലേമിൽ സ്ഥാപിച്ചത് കൊണ്ടും ഒക്കെ, അതായത് ഈ മന്ദിരം പണിയപ്പെട്ടില്ലെങ്കിലും മന്ദിരത്തിലുള്ള ആർട്ടിക്കിൾസ്, പ്രത്യേകിച്ച് ആർക്ക് ഓഫ് ദ കവനന്റ് എല്ലാം വളരെ പ്രൊമിനന്റ് ആയിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളതുമായിട്ട് കാണുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റില് സങ്കീർത്തനക്കാരൻ ഞാൻ യെരൂശലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഇത് പറയുന്നുണ്ട്. രണ്ട്, ഇതിന്റെ ഒരു പ്രോഫറ്റിക് എക്സ്റ്റൻഷനും കൂടെയാണ് ഈ കമന്ററിയിൽ പറയുന്നത്. അത് യേശുവിനെ കുറിച്ചും കൂടെ പറയുന്നത്. ദിസ് ബീങ് എ ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ് ഹ്യൂമൻ നേച്ചർ, അത് ആർക്ക് ഓഫ് ദ കവനെ കുറിച്ചും മേഴ്സി സീറ്റിനെ കുറിച്ചും ഒക്കെ പറയുന്ന ആ കോണ്ടെക്സ്റ്റില്. ഓക്കെ, ആൻഡ് ദിസ് ബീങ് എ ടൈപ്പ് ഓഫ് ഹ്യൂമൻ നേച്ചർ വിച്ച് വാസ് പെർഫെക്റ്റ്ലി ഹോളി ആൻഡ് ഇസ് കോൾഡ് ബൈ ഹിംസെൽഫ് എ ടെമ്പിൾ. അപ്പോ യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ, ഈ ശരീരത്തെ പൊളിപ്പിന് അതിനെ 3 ദിവസം കൊണ്ട് ഞാൻ പണിയും എന്ന് പറയുന്നത്, അത് ആ ഒരു പെർഫെക്റ്റ് ടെമ്പിൾ എന്നുള്ള അർത്ഥത്തില്, അതായത് യേശു ക്രിസ്തു തന്നെ ദൈവത്തിന്റെ മന്ദിരം എന്ന് വിവക്ഷിക്കുന്ന ആ ഒരു അതിനകത്തോട്ട് കൊണ്ട് കണക്ട് ചെയ്യാനും കൂടെയാണ് ഇവിടെ ശ്രമിക്കുന്നത്. സോ ഒരു ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, യെസ്, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി ആർക്ക് ഓഫ് ദ കവനന്റ്, മോസസിന്റെ ടബർനാക്കിള്, അത് തന്നെയാണ് ലീസിസ്റ്റർ ആദ്യം പറഞ്ഞതുപോലെ. രണ്ട്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി കൺസ്ട്രക്റ്റഡ് വർക്ക് ഓഫ് ദ ടെമ്പിൾ, ബട്ട് ബിക്കോസ് ഓഫ് ദി ആർട്ടിക്കിൾസ് ഇൻ ഇറ്റ്. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം. ദെൻ ദ തേർഡ് തിങ് ഈസ് ദി പ്രോഫറ്റിക് വ്യൂ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വേഴ്സ്, ജീസസ് ബീയിങ് ദ ടെമ്പിൾ. ഒന്നത്. പിന്നെ ഇതിന്റെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, വി ഓൾസോ ഷുഡ് ബി ഏബിൾ ടു ലുക്ക് ടു ഹിം, ടു ദ ട്രൂ ടബർനാക്കിൾ എന്നുള്ള ഒരു ഫോർത്ത് കൺസെപ്റ്റ്. അത് രാജബ്രദർ ചോദിച്ച പോയിന്റിൽ ഇല്ലെങ്കിലും ഈ ഒരു കമന്ററിയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഡിവോഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. സോ ഒരു ഡിവോഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ, യെസ്, ഈവൻ ടുഡേ വി നീഡ് ടു ലുക്ക് ടു the temple, Jesus, the real temple or the true temple, and through him we need to approach the Father എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ ഇതിനകത്ത് കാണുന്നുണ്ട്. ഐ തിങ്ക് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള
ഒരു പോയിന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് കണ്ടപ്പോൾ രാജാബ്രദറിന് അന്ന് വായിച്ചു കേൾപ്പിക്കാൻ ചിന്തിച്ചു, അതുകൊണ്ട് വായിച്ചതേ ഉള്ളൂ. ഈ ടാബർനാക്കിൾ അല്ലെങ്കിൽ ഈ സാങ്ച്വറി, അതായത് ഈ ആർക്ക് ഇരിക്കുന്ന ഈ ടാബർനാക്കിൾ അല്ലെങ്കിൽ ആ സാങ്ച്വറി എന്ന് പറയുന്ന ഭാഗത്തിന് ബൈബിളിൽ 2 സ്ഥലത്ത് ഈ സെയിം ഹെക്കൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒന്ന് സാമുവൽ 1:9 തോന്നുന്നു ഒരു സ്ഥലം. അതായത് മറ്റേ ഈ മറ്റേ ഹന്നയുടെ ആ വിഷയമൊക്കെ ഉള്ള ഏലി പുരോഹിതന്റെ ആ വിഷയം അവിടെ പറയുന്നുണ്ട്. ഹെക്കൽ എന്നുള്ള വാക്ക് തന്നെയാണ് ടാബർനാക്കിളിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ശമൂവേൽ 3:3 ഈ സെയിം വാക്ക് ഹെക്കൽ എന്നുള്ള വാക്ക് ടാബർനാക്കിളിന് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇതാണ് പൊതുവെ ഞാൻ ഈ സംവദിക്കുന്ന ആള് ഒരു തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഇട്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഞാൻ അതിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതില് കൂടുതൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇപ്പൊ ഈ കേട്ടതൊക്കെ നല്ല പോയിന്റ്സ് ആണ്. പ്രത്യേകിച്ച് ഈ പ്രോഫറ്റിക് ആയിട്ട് പറയുന്നു എന്നുള്ള കാര്യം അതൊരു നല്ല പോയിന്റ് ആണ്. പിന്നെ ഈ ടാബർനാക്കിളിനെയും ലീ സിസ്റ്റർ പറഞ്ഞതുപോലെ ടാബർനാക്കിളിനെ ബൈബിളിൽ തന്നെ ഈ പറയുന്ന ഹെക്കൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാസ്റ്റർക്ക് താങ്ക് യു പാസ്റ്റർ. നല്ലൊരു ഇതായിരുന്നു എനിക്ക് കിട്ടിയത്. ഓക്കെ. രാജാ ബ്രദറെ, നമ്മള് ദാവീദിന്റെ ചരിത്രം വായിക്കുമ്പോ ആർക്ക് ഓഫ് ദ കവനന്റ് അത് അദ്ദേഹം കൊണ്ടുവരുന്നതിന് ശേഷം നടന്ന സംഭവങ്ങളും ഒക്കെ വായിച്ചു. ഞാൻ അതിനെപ്പറ്റി വായിച്ചൊരിക്കൽ ഒരു മെസ്സേജൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ കാണുന്നത് അതിന് മുമ്പുണ്ടായിരുന്ന ആർക്ക് ഓഫ് ദ കവനന്റ് എത്രയോ കാലം അവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അതിനെ ബഹുമാനിക്കാനും അതിനെ ഒരു മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് പോലെ ഏലിയുടെ മക്കള് ആർക്ക് ഓഫ് ദ കവനന്റ് എടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ പോയിട്ട് തോറ്റു തുന്നം പാടി വന്നു. പക്ഷേ ദാവീദ് ഒരിക്കലും അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല. അത് സാങ്ച്വറിയിൽ വെക്കുക മാത്രമല്ല, എന്നെ വളരെ അതിശയപ്പെടുത്തിയത് 24 hour വർഷിപ്പ് പാട്ടുകളായിട്ടും 24 hour ഇരിക്കില്ല, അതായത് കണ്ടിന്യൂസ്ലി അവിടെ വർഷിപ്പ് ഓഫർ ചെയ്യാനായിട്ട് സംഗീത പാട്ടുകാരെയും പാട്ടുകാരത്തികളെയും മ്യൂസിഷ്യൻ, ചീഫ് മ്യൂസിഷ്യൻ അതിന്റെ റെഫറൻസ് അത് ദാവീദിന്റെ 2 സാമുവേലിലാണല്ലോ ഉള്ളത്. 2 സാമുവേലില് കണ്ടുപിടിച്ചോളാം. കാരണം അത് 2 സാമുവേൽ ടുവേർഡ്സ് ദ എൻഡ്. പിന്നെ ഫസ്റ്റ് കിങ്സിലും ഉണ്ടാകും. ഫസ്റ്റ് കിങ്സിൽ ഞാൻ എക്സാക്ട്ലി അതിന്റെ റെഫറൻസ് ഓർക്കുന്നില്ല. പക്ഷെ അത് അദ്ദേഹം വളരെയധികം മാറ്റങ്ങൾ വരുത്തി. ശൗലിന്റെ കാലത്ത് ശൗൽ അതിനെപ്പറ്റി ബോധർ ചെയ്തേ ഇല്ല. ശൗൽ അതിനെ നെഗ്ലക്ട് ചെയ്തിട്ട് വിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ദാവീദ് അത് കൊണ്ടുവരികയും അത് മാത്രമല്ല, ദാവീദ് അതിന് മുമ്പിൽ അത് കൊണ്ടുവരുമ്പോൾ ആഹ്ലാദ നൃത്തം ചെയ്തതും വളരെയധികം ബഹുമാനം കൊടുത്തു എന്നുള്ളതാണ്. ആർക്ക് ഓഫ് ദ കവനന്റ് കൊണ്ടുവന്ന് യെരൂശലേമിൽ അത് വളരെ അതായത് അവിടെ സംഗീതക്കാരും സംഗീതക്കാരത്തികളും പിന്നെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്, എല്ലാത്തരം മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും ഒക്കെ വെച്ചുകൊണ്ടുള്ള വലിയ ഒരു സംഗീത വിരുന്ന് തന്നെയാണ് കർത്താവിന് ഒരുക്കിയിരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് അവിടെ വിപുലമായ ഒരു സ്ഥലം അതിനായിട്ട് ഒരുക്കിയിട്ടുണ്ടാവണമല്ലോ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിപുലമായ ഒരു സ്ഥലവും അതിന്റെ മുകളിൽ ബിൽഡിങ്, കല്ലും മരവും വെച്ചുള്ള ബിൽഡിംഗ് ഇല്ല എന്നേ ഉള്ളൂ. ആ സാങ്ച്വറിയെ അതിമനോഹരവും വിശുദ്ധവുമാക്കി അദ്ദേഹം സൂക്ഷിക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്തതായിട്ട് കാണാം. അപ്പൊ അത് വെറുതെ ഒരു കൂടാരമോ ഒരു കുടിലോ ഒന്നും ആയിരുന്നില്ല. പിന്നെ ഈ വീട്, ഗ്രഹം, മന്ദിരം ഇങ്ങനെയുള്ള അനേക വാക്കുകളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറ്റി പറയാറുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം.
ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകത്തിലും തെലുങ്കാനയിലും എല്ലാം കുടിൽ എന്നൊരു വാക്കുണ്ട്. കുടിൽ, മലയാളത്തിൽ കുടിൽ എന്ന് പറയും. വലിയ വലിയ വീടുകളുടെ മുമ്പിൽ കുടിൽ എന്നൊരു പേരൊക്കെ കാണാറുണ്ട്. ചില ഹോട്ടലുകളും കുടിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. അതൊരു കുടിലല്ല. കുടിലെന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ഹട്ട് എന്നേ അർത്ഥമുള്ളൂ. പക്ഷെ മനുഷ്യന്റെ ഭാവനയിൽ ഒരു ചെറിയ ഒരു ഒരു കുടുംബം സന്തോഷമായി ജീവിക്കുന്ന ഒരു സ്ഥലം, ഒരു സിമ്പിൾ പ്ലേസ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ കുടിൽ. പക്ഷെ ഒരു വലിയ സൗധത്തിനായിരിക്കും കുടിൽ എന്ന് അവർ പേരിടുക. എന്ന് പറഞ്ഞതുപോലെ ഈ പല വാക്കുകളും വീട്, മന്ദിരം, സാങ്ച്വറി, കൊട്ടാരം, ഇങ്ങനെയുള്ളതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പല യൂസേജും ഉണ്ടാകുമല്ലോ, അല്ലേ ബ്രദറെ? അതെ അതെ. ഈ ആക്ച്വലി സാങ്ച്വറിക്ക് ഉപയോഗിക്കുന്ന വാക്ക് മിഗ്ദാഷ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതൊക്കെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ് ആയി ചിലപ്പോ മാറാറുണ്ട്. അതാണ് ടാബർനാക്കളിന്റെ മിഷ്കാൻ ചിലപ്പം മിഗ്ദാഷ് ആവും. അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ നമ്മളൊരു ഡിബേറ്റിൽ സംസാരിക്കുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ മറ്റേ ഈ ഒരു ഇത് ഇപ്പൊ അങ്ങനെ മാറി മാറി ഉപയോഗിച്ചതാണെന്നുള്ള ആ രീതിയിൽ അവരോട് പറയാൻ ശരിയാവില്ല. അത് സമ്മതിക്കില്ല അവര്. ദാറ്റ് മേ ബി കറക്റ്റ്. പലപ്പോഴും നമ്മുടെ സങ്കീർത്തനത്തിലും പല ഭാഗങ്ങളിലും ഒരു ഭാര്യയെ ഭർത്താവ് എന്റെ പ്രിയെ, എന്റെ സഹോദരി എന്നൊക്കെ വിളിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഉത്തമഗീതത്തിൽ എന്റെ പ്രിയെ, എന്റെ സഹോദരി, എന്റെ പ്രിയതമേ എന്ന് വിളിക്കുന്നു. അപ്പൊ സഹോദരിയാണോ എന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. അത് അവര് ഭാഷയെ പറ്റി ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഇതുപോലെ ഒരു സിമിലർ സിറ്റുവേഷൻ ആണതും. നമ്മുടെ നാട്ടില് വളരെ കോമൺ ആയിട്ട് ഭാര്യമാര് മുസ്ലിം സമുദായത്തിൽ ഭർത്താക്കന്മാരെ ഇക്കാന്നാണ് വിളിക്കാറുള്ളത്. മറ്റു സമുദായങ്ങളിൽ ചേട്ടാന്ന് വിളിക്കും. ചേട്ടൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ എന്നതിന്റെ ഒരു ചുരുക്കപ്പേരാണ്. അപ്പൊ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ മൂത്ത സഹോദരൻ എന്നാണ്. ഭാര്യ ഭർത്താവിനെ ചേട്ടാന്ന് വിളിക്കും. ക്രിസ്ത്യൻ സമുദായത്തിൽ ചില ഏരിയാസിലൊക്കെ അച്ചായ എന്ന് വിളിക്കും. അച്ചായൻ മീൻസ് ഇറ്റ് ക്യാൻ ബി ഫോർ എൽഡർ ബ്രദർ, ഇറ്റ് ക്യാൻ ബി ഫോർ ഫാദർ. ഭർത്താവിനെ വിളിക്കുന്നതാണ്. അപ്പോൾ എന്റെ പ്രിയ, എന്റെ സഹോദരി എന്നവിടെ വിവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവര് സ്വന്തം സഹോദരി ആയതുകൊണ്ടല്ല. അങ്ങനെ ആ രീതിയിലാണ് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്നതെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതൊക്കെ നമ്മൾ ഭാഷയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾക്ക് പലതിനും ഇരട്ട മീനിങ് തന്നെയാണുള്ളത്. ഞാൻ പറഞ്ഞത് ശരിയാണോ? ശരിയല്ലേ? ശരി തന്നെ. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. ഞാനൊന്ന് പതുക്കെ ഇറങ്ങുകയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ കമ്മിങ്. അച്ഛൻ ബ്രദർ കേൾക്കുന്നുണ്ടോ? അച്ഛൻ ബ്രദർ ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. നാളെ നമുക്ക് വേറെ വിഷയം ഇടാക്കും ബ്രദർ. Yes, sir. സിസ്റ്റർ I think. നാളെ രാവിലെ ബ്രദറോട് പറയാം. അച്ഛൻ ബ്രദറിനോട് നാളെ രാവിലെ പറയാം. വേറെ എന്തായിരിക്കണം നാളത്തെ ടോപ്പിക്? സിസ്റ്റർ, നമുക്ക് ആ, കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ടോപ്പിക്ക് പറഞ്ഞായിരുന്നു. ഹലോ, നമ്മള് ഞാൻ ദൂരം ഓക്കെ, ഒരു മിനിറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസമേ ഇന്നലെ ടോപ്പിക്ക് പറഞ്ഞിരുന്നു, ഇസ്ലാമിലെ അയൽക്കാരനും ക്രിസ്തീയ ബൈബിളിലെ അയൽക്കാരനും തമ്മിലൊരു കമ്പാരിസൺ സ്റ്റഡി.
ഓക്കെ, വെരി ഗുഡ്. നല്ല ടോപ്പിക്കാണ്, നല്ല ടോപ്പിക്, ബെസ്റ്റ്. ബൈബിളിലെ കാര്യം പറയാനാണ് നമുക്ക് സന്തോഷം. ഏതായാലും നമ്മളത് ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ. 12 വയസ്സുള്ള കുഞ്ഞ് മരിച്ചപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവളെ പോയി ജീവിതത്തിലേക്ക് കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. ബാലേ എഴുന്നേൽക്കൂ എന്നാണ് പറഞ്ഞത്. 12 വയസ്സുള്ള കുഞ്ഞ് ബാലേ എഴുന്നേൽക്കൂ, മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ പറഞ്ഞത് ബാലേ എഴുന്നേൽക്കൂ, ബാലേ എഴുന്നേൽക്കൂ. ബാലിക. യേശുക്രിസ്തു 12 വയസ്സുള്ള കുഞ്ഞിനെ കണ്ടത് ഒരു ബാലികയായിട്ടാണ്. അങ്ങനെ 6 വയസ്സുള്ള കുഞ്ഞിനെ കണ്ടാൽ ശൈശവപ്രായം ആയിട്ടാണ് കർത്താവ് കണ്ടിട്ടുള്ളത്. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കിലേക്ക് വിടുവിൻ, അവരെ തടുക്കരുത്, ഇങ്ങനെയുള്ളവരുടേതാകുന്നു സ്വർഗരാജ്യം എന്ന് കർത്താവ് പറഞ്ഞു. കൊച്ചു പിള്ളേർ ഓടിക്കളിക്കുന്ന പിള്ളേരെ കണ്ടപ്പോൾ കർത്താവ് കുഞ്ഞുങ്ങളെ, ശിശുക്കളെ എൻ്റെ അടുക്കിലേക്ക് വിടുവിൻ എന്നാണ് പറഞ്ഞത്, അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. കർത്താവിന് കുഞ്ഞുങ്ങളോടുള്ള സമീപനം അങ്ങനെയായിരുന്നു. അത് മുഹമ്മദിന് 600 വർഷം മുമ്പ്. അപ്പോ കുഞ്ഞുങ്ങളെ ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആരെങ്കിലും അവരെ ദോഷം ചെയ്യുകയോ അവരോട് ദോഷം ചെയ്യാൻ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. അവന് കല്ല് കെട്ടി, എന്താ, ഞാൻ ആ വചനം മറന്നുപോയി. അങ്ങനെയുള്ളവർ ഒരിക്കലും ദൈവരാജ്യത്തിൽ കടക്കയില്ല എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുങ്ങളെ, ശിശുക്കളെ പോലും ഭോഗിക്കാനും ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും അവർ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവരുടെ സെക്ഷൽ ഓർഗൻസ് എല്ലാം വളരെ മോശമായ വികൃതമായി പോവുകയും നാച്ചുറൽ ആയിട്ട് ദൈവം കൊടുത്ത അനുഗ്രഹം അവർക്ക് ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന രീതിയിൽ അവരെ നശിപ്പിക്കുകയാണ് പിശാച് മുഹമ്മദിനെ കൊണ്ട് ചെയ്യിച്ചത്, ഈ പുസ്തകം മൂലം ചെയ്യിച്ചത്. ഇന്നും ലോകത്തിൽ നടക്കുന്നത് ഏകദേശം അതൊക്കെയാണ്. അവരുടെ ഇടയിൽ 12-13 വയസ്സാകുമ്പോഴത്തേക്ക് ഇന്ന് ഇന്ത്യയിലും ധാരാളം പെൺകുഞ്ഞുങ്ങളെ അവർ നിക്കാഹ് ചെയ്ത് കൊടുക്കാറുണ്ട്. 16 വയസ്സിന് മേലെ അവരെ നിർത്തത്തില്ല. ഇപ്പൊ ഇത്രയും റൂളൊക്കെ വന്നത് കൊണ്ട് എവിടെയെങ്കിലും കുറച്ചൊക്കെ മാറിയിട്ടുണ്ടാവാം. അപ്പോ ഈ ഒരു കാര്യം കൊണ്ട് ഇസ്ലാം സമുദായത്തിലെ സ്ത്രീകളും പെൺകുഞ്ഞുങ്ങളും ദുരിതം തന്നെയാണ് അനുഭവിക്കുന്നത്, കഷ്ടതയും പ്രയാസവുമാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീകളെ ദ്രോഹിക്കാൻ വേണ്ടി പിശാച് കൊണ്ടുവന്ന നിയമമാണെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നിങ്ങൾക്കിനി പറഞ്ഞ് അവസാനം. സഹോദരന്മാരെ, നമ്മള് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുകയായിരുന്നല്ലോ. നിലവില് ഒരു ഇസ്ലാമിക സഹോദരന് പോലും മുന്നോട്ട് കടന്നു വന്നിട്ട് ഇതിന്റെ നന്മയോ തിന്മയോ എന്തുമാകട്ടെ ഒരു വിധത്തിലും ഈ ഒരു ടോപ്പിക്കിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനോട് എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു പച്ചയായ വസ്തുതയാണ്. അപ്പോൾ നമുക്കിത് കൊണ്ട് സ്ഥാപിക്കാൻ കഴിയുന്നൊരു കാര്യം, ഇത് ഒരു മാതൃകയാണെന്ന് പറയാനുള്ള ധൈര്യം അവർക്കില്ല. അത് മാത്രമല്ല, നമ്മുടെ ഭാഗത്തു നിന്ന് ഇത് ഏറ്റവും ലോകത്തിലെ കൊടും തിന്മയാണെന്ന് സ്ഥാപിക്കാൻ നമുക്ക് ഈ 2-3 ദിവസത്തെ ചർച്ചയിലൂടെ സാധിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് മാനുഷികമായ നിലയിൽ, മാനസികമായ നിലയിൽ, സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു കുഞ്ഞിനോട് അല്ലെങ്കിൽ ഒരു കൊച്ചു പൈതലിനോട് നമുക്കൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല. അഥവാ അങ്ങനെ ചെയ്യുന്നവൻ മൃഗത്തിന്റെ ഒരു നിലവാരത്തിനേക്കാൾ അപ്പുറം പോകുന്നു എന്നുള്ളത്
ഒരു 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 കാര്യമാണ്. അപ്പോ മുമ്പേ നമ്മുടെ കൊടുത്തോട്ടും പാസ്റ്റർ പറഞ്ഞതുപോലെ ലോകത്തിൽ മുഹമ്മദിനോളം തിന്മ പ്രവർത്തിക്കാൻ മറ്റാർക്കും കഴിയുകയില്ല എന്നുള്ളത് ഒരിക്കൽ കൂടെ ഈ ഒരു ടോപ്പിക് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പറയുകയാണ്. മുട്ടിലെഴുതുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ പോലും അതിനോടൊരു വാത്സല്യമല്ല തോന്നുന്നത്, മറിച്ച് മറ്റ് പലതുമാണ് തോന്നുന്നത് എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിലും മറുപടി പറയാൻ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ ഒരു ന്യായീകരണത്തിനെങ്കിലും ആരെങ്കിലും വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. നിങ്ങൾ ആരും കണ്ടില്ല. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അതിനെ ഒരിക്കലും വെളുപ്പിക്കാനോ വെള്ളതേക്കാനോ കഴിയത്തില്ല എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. ഇവിടം കൊണ്ട് ഇത് അവസാനിക്കുന്നു എന്ന് നിങ്ങൾ ആരും കരുതരുത്. അടുത്ത നന്മയുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ വരും. പിന്നെയും നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങൾ ഞങ്ങൾ തുറന്നു വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. അതിനോടൊപ്പം തന്നെ ഒരുപാട് വിവരങ്ങളും അറിവുകളും കിട്ടി. ഹദീസുകള്, മറ്റ് റെഫറൻസുകള് സഹോദരന്മാരിൽ നിന്ന് കിട്ടി. അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമുക്ക് പ്രാർത്ഥിച്ച് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. പലപ്പോഴും നമ്മുടെ ഈ റൂമിൽ പല സഹോദരങ്ങളും നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ തന്നെ വന്ന് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ റൂമിട്ടിട്ട് ഇവരെ ഇങ്ങനെ അവഹേളിക്കുന്നതെന്ന് ചോദിക്കും. പക്ഷെ ഒരിക്കലും അത് അവഹേളനമല്ല. നമ്മൾ ഓരോ ദിവസവും ഓരോ വിഷയത്തെക്കുറിച്ച് എടുത്തുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടി മാത്രമാണ്. അച്ഛൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ. അപ്പോൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടു, അറിഞ്ഞു. പക്ഷെ ഇതിൽ നിന്നെല്ലാം നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഉണർവ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനെ വെച്ച് താരതമ്യം ചെയ്യുക നമ്മുടെ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നമുക്ക് കൂടുതലും നമ്മുടെ ഹൃദയങ്ങളിൽ സംഗ്രഹിക്കേണ്ടത്. കാരണം ഇതിൻ്റെ എല്ലാം നേരെ വിപരീതമായിട്ട് ഒരു മനുഷ്യൻ വന്ന് കാണിച്ചപ്പം നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇത്രയേറെ നന്മകൾ എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകം ഈ ലോകത്തിൽ വേറെ ഇല്ല. തീർച്ചയായിട്ടും ഒരു പഠിതാവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്നുണ്ട്. അത് തുറന്ന് പറയുന്നതിന് യാതൊരു മടിയില്ല. നമ്മളെ കേൾവിക്കാരായിട്ടിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും സംസാരിക്കുക ഇതുപോലെ വന്നിട്ട്. തീർച്ചയായിട്ടും നല്ല പഠന ക്ലാസ് തന്നെയാണ്. തീർച്ചയായിട്ടും ഒത്തിരി റെഫറൻസുകളും കാര്യങ്ങളും എല്ലാം ഇതെല്ലാം നമ്മൾ ഈ റെഫറൻസ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ എഴുതി വെക്കുകയും പിന്നെ അത് വെച്ച് നമ്മൾ ഒരിക്കലും ബൈബിളിനോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും ഇവരുടെ ഈ പൈശാചിക മതം എന്താണ് തുറന്നു കാണിക്കാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ബൈബിളിൽ അതിൻ്റെ പിന്നെ ബൈബിളിൽ പറഞ്ഞിരിക്കുക എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളും പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ചോദിച്ചാൽ പ്രാർത്ഥിച്ച് എൻ്റെ ചെയ്യാം കേട്ടോ. ബിജു ബ്രദറെ പ്രൈസ് ലോർഡ്. ഒന്നും സംസാരിച്ചില്ല ഇന്ന് വന്നിട്ട്. ഇല്ല, ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് കൊടുത്തിട്ട മാസ്റ്റർ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. വളരെ മനോഹരമായ ചർച്ചയായിരുന്നു. എന്തായാലും ഈ ടോപ്പിക്കിൽ നമുക്ക് താൽക്കാലികമായിട്ടൊരു കൺക്ലൂഷനിലെത്താം. വേണ്ടി വന്നാലും നമുക്ക് വീണ്ടും ഈ ഒരു ടോപ്പിക്ക് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇടാം. തൽക്കാലം നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക്, ആദ്യം പറഞ്ഞതുപോലെ മറ്റൊരു ടോപ്പിക്കിലേക്ക് നാളെ മുതൽ പോവാം. കടന്നു വന്ന് സംസാരിച്ച എല്ലാവരും വളരെ മനോഹരമായിട്ട് അവരുടെ ഭാഗം അവതരിപ്പിച്ചു. വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പറഞ്ഞു തന്നതിനായിട്ട് എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. ഓക്കെ, നമുക്ക് ബോയ് ബ്രദറെ പ്രാർത്ഥിക്കാവോ? ബോയ് ബ്രദറെ, ബോയ് പാസ്റ്ററെ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രിക്കായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, ഞങ്ങൾക്ക് ഒരുമിച്ച് ഇപ്രകാരം ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ കർത്താവിനെ ഒരിക്കൽ കൂടെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിച്ചതിന് നന്ദി കരേറ്റുന്നു. കർത്താവ്, അങ്ങത്തെ ശ്രേഷ്ഠനാണ്. അങ്ങേക്ക് തുല്യനായിട്ട് ആമീൻ ആരുമില്ല. അവിടുത്തെ എല്ലാ മഹത്വവും ഞങ്ങൾ അറിയുന്നു. അതിനായിട്ട് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു.
കർത്താവെ, അങ്ങയെ പോലെ ആകുവാൻ, അങ്ങയെ പിൻപറ്റുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, ഈ പഠനങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടുത്തെ ശ്രേഷ്ഠതയാണല്ലോ അപ്പാ ബോധ്യപ്പെടുത്തുന്നത്. കർത്താവിനെ പിൻപറ്റി, അവിടുത്തെ മാതൃകയെ പിൻപറ്റി അങ്ങയുടെ പിന്നാലെ സഞ്ചരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയോട് അനുരൂപപ്പെടുവാൻ കർത്താവെ, അങ്ങ് പഠിപ്പിച്ചതിനെ, അങ്ങ് കാണിച്ചു തന്നതിനെ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതിനെ മുറുകെ പിടിക്കുവാൻ, മുറുകെ പറ്റുവാൻ, പിൻപറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഈ ടോപ്പിക്ക് ഇന്ന് രാത്രി റൂം കേട്ട ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സത്യം അവരുടെ എല്ലാ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയപ്പെടുവാൻ അങ്ങ് കൃപ ചെയ്യണമേ. അതുപോലെ ഞങ്ങളുടെ ഇസ്ലാമിക സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാറ്റിൻ്റെയും പൊരുൾ തിരിച്ചറിയുവാൻ നീയുടെ കണ്ണുകളെ തുറക്കണമേ. കർത്താവെ, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നില്ല എന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവെ, ആ പ്രിയപ്പെട്ട സഹോദരങ്ങളും കർത്താവിനാൽ ആകർഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കർത്താവ് മുഖാന്തരം വാഗ്ദത്തം ചെയ്യുന്ന നിത്യജീവൻ അവകാശികളാകുവാൻ നീ അവരെ സഹായിക്കണമേ. കർത്താവ്, ഇത് കേട്ട അനേകരുടെ ഹൃദയങ്ങളിൽ നിശ്ചയമായിട്ടും വലിയ പരിവർത്തനത്തിന് ഈ പഠനങ്ങളൊക്കെ മുഖാന്തരമാക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് സമയം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ റൂമിൽ വന്ന് സംസാരിച്ച ഞങ്ങളുടെ എല്ലാ കർത്തദാസന്മാരെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ എല്ലാ ടീച്ചേഴ്സിനും ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അധികം ബലവും ജ്ഞാനവും കൃപയും നൽകി എല്ലാവരെയും കർത്താവ് സഹായിക്കണം. പിന്നെ ഈ പ്രഭാതം ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിപ്പാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും ഞങ്ങളെ സഹായിക്കണം. ബലമുള്ള കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം ഞങ്ങളെ ഭദ്രമായി സൂക്ഷിക്കണം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണം സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. രാവിലെ നമുക്ക് ദിവസം ഉള്ള പോലെ നാളെ രാവിലെ താങ്ക് യു. റൂം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ബിജി ബ്രദറെ ക്ലോസ് ചെയ്തേരാം. ഓക്കെ. സഹോദരന്മാരെ, കടന്നു വന്ന എല്ലാവരെയും, കേൾക്കുവാനായിട്ട് കടന്നു വന്നവര്, സംസാരിക്കാനായിട്ട് വന്നവര്, ഇവിടെ മോഡറേറ്റ് ചെയ്യാനായിട്ട് വന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം എന്നും ഈ റൂമിനൊരു ബലമാണ്. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഈ റൂമിനോട് കൂടെ ഉണ്ടായിരിക്കണം. ഈ റൂമിന്റെ മോഡറേറ്റർമാരോട് കൂടെ ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയാണല്ലോ എല്ലാത്തിലും വലിയ ആയുധം. ആ ആയുധം ഒരിക്കലും നമ്മൾ താഴെ വയ്ക്കാൻ പാടില്ല. നമ്മളുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. കടന്നു വന്ന് സംസാരിച്ച, ദൂത് തന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവസന്നിധിയിൽ അവരെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എപ്പോഴും ദൈവം നമ്മളോട് കൂടെ ഇരിക്കട്ടെ. നാളത്തെ റൂമുകളിൽ രാവിലെ പ്രാർത്ഥനാ റൂമുണ്ട്. അതിനുശേഷം അപ്പോളജിസ്റ്റുകൾ ഖുർആൻ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന റൂമുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം അവിടെയും ഉണ്ടാകണം. നിങ്ങൾ കടന്നു വരണം, സംസാരിക്കണം. പറ്റുമെങ്കിൽ 1 മിനിറ്റ് നിങ്ങൾ കടന്നു വന്ന് സംസാരിക്കണം. അത് കേൾവിക്കാർക്കും അവിടെ സംസാരിക്കുന്ന മറ്റുള്ളവർക്കും ബലമാകും. എല്ലാവരെയും വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട്, എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്ന് എല്ലാവരുടെ അനുവാദത്തോടെ ഈ റൂം ഞാൻ ക്ലോസ് ചെയ്യുന്നു. നാളെ മറ്റൊരു വിഷയവുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.